ഗൈസ് എല്ലാവരും വിഷുവിന് ഒരുക്കങ്ങളിലായിരിക്കൂലേ. അപ്പോൾ ഇന്ന് രാവിലെ ഞാനും അമ്മച്ചൊക്കെ എണീറ്റത് ഈ പീക്കറുകൾ വന്ന് വിളിച്ചിട്ടാണ് കേട്ടോ. അതിനൊരു റീസൺ ഉണ്ട്. ഇന്നലെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരു വിഷു ഷൂട്ട് ഇന്ന് എടുക്കാന്ന്. അതിൻ്റെ എക്സൈറ്റ്മെന്റ് ആണ് കേട്ടോ ഇവർക്ക്. ഈവനിങ് ആകുമ്പോഴേക്കും കണിക്കൊന്നൊക്കെ കഴിയുന്നു പറഞ്ഞാൽ അച്ഛനെ ശല്യപ്പെടുത്തിയിട്ട് അച്ഛൻ രാവിലെ തന്നെ എവിടെയൊക്കെയോ കൊണ്ടുവന്നിട്ട് കേട്ടോ കണിക്കൊന്ന. പ്രാവശ്യം കണിയൊക്കെയുള്ള കുറേ സാധനങ്ങൾ ഞങ്ങളുടെ വീട്ടിൽ തന്നെ ഉണ്ട് കേട്ടോ. സോ ഫസ്റ്റ് തിങ് ഞാനിതേ പ്ലാവുന്നൊരു ഇടിച്ചൊക്കെ പറിച്ചു. എനിക്ക് ഭയങ്കര എക്സൈറ്റ്മെന്റ് ആയിരുന്നു, കാരണം ഞാൻ ഫസ്റ്റ് ടൈം ആണ് ടു ഡയറക്റ്റ് പറിക്കുന്നത്. ഇപ്പോൾ നിങ്ങൾ കാണുന്ന മേടം ഒന്നായിട്ട് അച്ഛൻ്റെ കുറേ ഫോട്ടോസ് അമ്മച്ചി എടുത്ത് കൊടുക്കാൻ കേട്ടോ. അത് കഴിഞ്ഞപ്പോഴേക്കും പിന്നെ കുട്ടിപ്പട്ടാളങ്ങൾ ഫുൾ ഉമ്മറത്തുനിന്ന് കളിക്കുകയായിരുന്നു. ആക്ച്വലി ഈവനിങ് ആണ് നമ്മൾ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നത് ഷൂട്ടൊക്കെ. പക്ഷേ ഇവരുടെ എക്സൈറ്റ്മെന്റ് കണ്ടിട്ട് വേഗം കുളിച്ച് വേഗം റെഡി ആയിട്ട് എടുക്കാന്നുള്ള തീരുമാനത്തിലെത്തി. അതെ, ഇവർ ഈ കുട്ടി കൃഷ്ണന്മാരൊക്കെ ആക്കിയിട്ട് മുണ്ടൊക്കെ എടുത്ത് പൊട്ടൊക്കെ തൊടിച്ച് നല്ല ഭംഗി ഉണ്ടായിരുന്നു കേട്ടോ. ആ സമയമാകുമ്പോഴേക്കും കുഞ്ഞുമണി ഉറക്കൊക്കെ എണീറ്റ് വന്നു. അപ്പോഴേക്കും നല്ല ഭംഗിയിൽ വരെ കുറേ ഫോട്ടോസൊക്കെ എടുത്തു. എൻ്റെ ലുക്ക് ഞാൻ ഗെറ്റ് റെഡി ചെയ്ത് കാണിച്ചതാ കേട്ടോ. അങ്ങനെ ഷൂട്ടൊക്കെ കഴിഞ്ഞ് വീട്ടിലെത്തിയപ്പോഴേക്കും അമ്മ സദ്യ മൊത്തം ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഞങ്ങൾക്ക് ആർക്കും സദ്യ അത്ര ഇഷ്ടമല്ല, അതുകൊണ്ട് ഇതൊക്കെ വേസ്റ്റ് ചെയ്യേണ്ടതെന്ന് വെച്ചിട്ട് ഇപ്പോൾ കുറച്ചായിട്ട് വിഷുവിന് അമ്മ എപ്പോഴും കുറച്ച് ക്വാണ്ടിറ്റിയിൽ തലേ ദിവസം സദ്യ വെക്കും, പിറ്റേ ദിവസം എന്തെങ്കിലും നോൺ വെജ് ആണ് പ്രിപ്പയർ ചെയ്യാറ്. പ്രാവശ്യം അങ്ങനെ തന്നെയാണ്. അങ്ങനെ സദ്യയൊക്കെ കഴിച്ച് കഴിഞ്ഞൊരു ഉറക്കം കഴിഞ്ഞിട്ടാണ് കേട്ടോ പായസം കുടിക്കണം. അടപ്പായസമായിരുന്നു. അപ്പോൾ അതൊക്കെ കുടിച്ചു. വിഷു പ്രിപ്പറേഷൻ്റെ പാർട്ടും ഉണ്ട്. ബൈ.